YNP ട്രസ്റ്റിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഹാളുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 450 പേർക്ക് ഇരിക്കാവുന്ന AC ഹാൾ, 140 പേർക്ക് ഇരിക്കാവുന്ന കസേരകളും മേശകളുമുള്ള ഡൈനിങ് ഹാൾ, നവീകരിച്ച വിശ്രമ മുറികൾ, പാചക ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയ അടുക്കള, പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും പരിസ്ഥിതി സൗഹൃദ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ലഭ്യമാണ്. വിവാഹ ചടങ്ങുകൾക്കുള്ള പൂജാപാത്രങ്ങൾ, വിവാഹ ഹാളിലും ഡൈനിങ് ഹാളിലും ചടങ്ങ് കാണുന്നതിനുള്ള സ്ക്രീൻ സംവിധാനം, 75 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം, സ്റ്റാൻഡ് ബൈ ജനറേറ്റർ, താഴത്തെ നിലയിൽ AC ഇല്ലാത്ത സൗകര്യവും ലഭ്യമാണ്. അലങ്കാരം, ഫോട്ടോഗ്രാഫി, കാറ്ററിംഗ്, ശബ്ദ വെളിച്ച സംവിധാനം എന്നിവ ഉപഭോക്താവിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. മട്ടാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ഡേ ആഘോഷിച്ചു. മട്ടാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. പരിപാടി മട്ടാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ K. ഷിബിൻ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KJ ഓമന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. അതുകൊണ്ട് തന്നെ SPCയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളൊരു ധാരണ ഇപ്പം നിലവിൽ 2 വർഷത്തേക്ക് കടന്നിരിക്കുന്നവർക്ക് ഒരു ധാരണയുണ്ട്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കൊണ്ട് ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളെ ഒരു ധാരണ അവർക്കുണ്ടായിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്കാണ് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാനും ഇത് എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ മാഡം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കിപ്പോൾ കിട്ടുന്ന ഒരു ഗ്രേസ് മാർക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് മാഡം പറഞ്ഞത്. അതായത് നമ്മൾ കുറച്ച് മാർക്ക് നമുക്ക് കിട്ടും എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരരുത് എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഈ പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത് ശരിക്കും നമുക്കൊരു ഗ്രേസ് മാർക്ക് കിട്ടാനോ അല്ലെങ്കിൽ നമുക്കൊരു മാർക്ക് കൂടുതലായി വാങ്ങിച്ച് അല്ലെങ്കിൽ നമ്മളൊരു പാസ്സാകാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു മാർക്ക് കിട്ടുക അങ്ങനൊരു ഉദ്ദേശമല്ല ശരിക്കും ഈ ഒരു പദ്ധതി വരുന്നത്. SPC എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മളുടെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ളൊരു ഡെവലപ്മെന്റ്സ് ആണ് ശരിക്കും അത് ഉദ്ദേശിക്കുന്നത്. കൗൺസിലർ K. മനാഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് KB സലാം, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സ്മിത ഭാസ്കരൻ, CPO മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കൾച്ചറൽ പ്രോഗ്രാമും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.